ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യ യാത്രാ വിമാനം തകർന്നു വീണ് വൻ ദുരന്തം. വിമാനത്തിലുണ്ടായിരുന്നത് 242 പേർ. ദുരന്തത്തിന് ഇരയായവരിൽ പത്തനംതിട്ട സ്വദേശിനിയും. രാജ്യം ദുരന്ത ബാധിതർക്കൊപ്പമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വാക്കുകൾക്കതീതമായ ദുരന്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത സാഹചര്യം വിലയിരുത്തുന്നതിനായി ആഭ്യന്തര വ്യോമയാന മന്ത്രിമാർ അഹമ്മദാബാദിൽ. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും 13ാം വകുപ്പ് ഒഴിവാക്കിയതിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴ കനക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്ക് 74 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ യാത്രാ വിമാനം തകർന്നു വീണ് വൻ ദുരന്തം. അപകടത്തിൽ നിരവധി പേർ മരിച്ചു. 12 ജീവനക്കാരടക്കം 242 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരിൽ 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസ് പൗരന്മാരും 1 കനേഡിയൻ പൗരനും ഉൾപ്പെടുന്നു. അപകടത്തിൽ മരിച്ചതിൽ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായരും ഉൾപ്പെടുന്നു. ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത നാട്ടിൽ വന്നതിനു ശേഷം മടങ്ങവെയായിരുന്നു അപകടം. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന AI-171 ബോയിംഗ് 7878 ഡ്രീം ലൈനർ വിമാനമാണ് ഇന്ന് ഉച്ചയ്ക്ക് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. NDRF, ഫയർഫോഴ്സ്, പോലീസ് സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. കരസേനാംഗങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. വിമാനാപകടവുമായി ബന്ധപ്പെട്ട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം കൺട്രോൾ റൂം സജീവമാക്കി. സഹായത്തിന് 011 2461 0843 9650 391859 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ 9974111327 എന്ന പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പരും സജ്ജമാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യം ദുരന്ത ബാധിതർക്കൊപ്പമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന അപകടം വാക്കുകൾക്കതീതവും ഹൃദയഭേദകവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. മന്ത്രിമാരുമായി ചർച്ച ചെയ്ത് ദുരന്ത സാഹചര്യം വിലയിരുത്തിയ പ്രധാനമന്ത്രി അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകി. ദുരന്ത സാഹചര്യം നേരിട്ട് വിലയിരുത്തുന്നതിനായി സിവിൽ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു അഹമ്മദാബാദിലെത്തി. രാജ്യം ദുരന്ത ബാധിതർക്കൊപ്പമാണെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. I can only think about the passengers, their families, what they might be going through, and especially the civilians also who are there near the crash site. A lot of relief effort has been done already, and we still have to find out the numbers. I don't want to put any wrong numbers to you, so we still have to go through the numbers. And my condolences, my prayers, my thoughts with the families of the bereaved. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം അഹമ്മദാബാദിലെത്തും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി ജയശങ്കർ, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അനുശോചനം രേഖപ്പെടുത്തി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഔദ്യോഗിക വിശദീകരണവുമായി എയർ ഇന്ത്യ ചെയർമാൻ N. ചന്ദ്രശേഖരൻ. വിമാനം അപകടത്തിൽപ്പെട്ടെന്ന് അഗാധമായ ദുഃഖത്തോടെ സ്ഥിരീകരിക്കുകയാണെന്നും ദുരന്തത്തിനിരയായവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. അപകടത്തിൽപ്പെട്ട യാത്രക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ട പിന്തുണ നൽകുന്നതിലാണ് ഇപ്പോൾ തങ്ങളുടെ ശ്രദ്ധയെന്നും എയർ ഇന്ത്യ ചെയർമാൻ അറിയിച്ചു. വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോളിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. അപകട സാഹചര്യവും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. അന്വേഷണം പുരോഗമിക്കുന്നതായും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിമാനാപകടത്തിൽ ഇരയായവരുടെ തിരിച്ചറിയലിനായി അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിൽ ബന്ധുക്കളുടെ DNA പരിശോധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിയന്ത്രണങ്ങളോടെ പുനരാരംഭിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് യാത്രക്കാർക്ക് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതേസമയം വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിൽ നിന്നുള്ള യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഇന്ത്യൻ റെയിൽവേ 2 പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്കും ന്യൂഡൽഹിയിലേക്കും ട്രെയിനുകൾ സർവീസ് നടത്തും. ഇറാനുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ നയതന്ത്ര ദൌത്യങ്ങളിൽ നിന്നും സൈനിക താവളങ്ങളിൽ നിന്നും അടിയന്തര സ്വഭാവമില്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരെ തിരിച്ചുവിളിച്ച് US.
ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ സ്തംഭനാവസ്ഥ നിലനിൽക്കുന്നതിനെ തുടർന്നാണ് US നീക്കം. ആണവ ചർച്ചകൾ പരാജയപ്പെടുകയും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്താൽ മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഫ്രാൻസിന്റെ ശക്തമായ പിന്തുണയ്ക്ക് ശ്രീ ജയശങ്കർ നന്ദി പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിലെ വിശ്വാസ്യതയും അഭിലാഷവും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും 13ാം വകുപ്പ് ഒഴിവാക്കി നിയമം ഭേദഗതി ചെയ്തതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിഷയത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും 13ാം വകുപ്പ് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. കേരളത്തിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും കോട്ടയം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 16 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ പുരോഗമിക്കുന്ന ICC ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്ക് 74 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. ഫൈനലിന്റെ രണ്ടാം ദിനമായ ഇന്ന് ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ 138 റൺസിന് പുറത്താക്കി. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഇന്ന് ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ ലോക് സംവർദ്ധൻ പർവ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ പ്രധാന പദ്ധതികൾ, പരിപാടികൾ, നേട്ടങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന പരിപാടിയാണിത്. ഗ്രാമീണ തൊഴിലാളികൾക്ക് ധാരാളം കഴിവുകളുണ്ടെന്നും അവരുടെ കരകൌശല വൈദഗ്ധ്യത്തെ വിപണിയിലെത്തിക്കുന്നതിനാണ് ഈ വേദി സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ശ്രീ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉൽപ്പന്നങ്ങളുടെ വിപണി മെച്ചപ്പെടുത്താൻ ഈ പരിപാടി സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. लोक संवर्धन पर्व बहुत ही महत्वपूर्ण कार्यक्रम है. हमारे गांव में जो कारीगर होते हैं, जो हुनर है, उनका सामान, उनका बनाया हुआ प्रोडक्ट्स मार्केट में लेकर आने के लिए ये प्लेटफॉर्म क्रिएट किया गया है. हमारा देश के कोने कोने में अलग अलग बहुत विशेष चीजें बनाते हैं. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലിലെ തീ പൂർണ്ണമായും കെടുത്തുന്നതിനുള്ള ശ്രമം തുടരുന്നു. തീ ഇന്നലെ തന്നെ ഭാഗികമായി നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഡ്രൈ കെമിക്കൽ എക്സ്റ്റിംഗ്വിഷറുകൾ വിതറി തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. തീരരക്ഷാസേനയുടെ കപ്പലുകളും ഹെലികോപ്റ്ററുകളും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഉഭയകക്ഷി ആഗോള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും കാനഡയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ചില്ലറ വിൽപ്പന പണപ്പെരുപ്പം മെയ് മാസത്തിൽ 2.82% കുറഞ്ഞതായി കേന്ദ്ര സർക്കാർ. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടായതിനെ തുടർന്നാണിത്. 2019 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വാർഷിക പണപ്പെരുപ്പമാണിത് എന്ന് കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. നേരിട്ടുള്ള ആനുകൂല്യ വിതരണത്തിൽ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ 90 ഇരട്ടി വർധനയുണ്ടായതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ DBT 6.83 ലക്ഷം കോടിയായി ഉയർന്നു. 2014 ഇത് 7000 കോടിയായിരുന്നുവെന്നും ധനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നേരിട്ടുള്ള ആനുകൂല്യ വിതരണത്തിൽ ഏകദേശം 18,600 കോടി രൂപയുടെ ഇടപാടാണ് പ്രതിവർഷം നടക്കുന്നതെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 823 പോയിന്റ് നഷ്ടത്തിൽ 81,691-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 253 പോയിന്റ് കുറഞ്ഞ് 24,888-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യ യാത്രാ വിമാനം തകർന്നു വീണ വൻ ദുരന്തം. വിമാനത്തിലുണ്ടായിരുന്നത് 242 പേർ. ദുരന്തത്തിന് ഇരയായവരിൽ പത്തനംതിട്ട സ്വദേശിനിയും. രാജ്യം ദുരന്ത ബാധിതർക്കൊപ്പമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വാക്കുകൾക്കതീതമായ ദുരന്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത സാഹചര്യം വിലയിരുത്തുന്നതിനായി ആഭ്യന്തര വ്യോമയാന മന്ത്രിമാർ അഹമ്മദാബാദിൽ. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും 13ാം വകുപ്പ് ഒഴിവാക്കിയതിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴ കനക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്ക് 74 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.